ഹലോ ഫ്രണ്ട്സ്, ഐ എം അഖിൽ ആലപ്പുഴ ജിംഖാന. എൻ്റെ ബേസിക് ഡീറ്റെയിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഡയറക്ടർ ഖാലിദ് റഹ്മാൻ, എൻ്റെ റൈറ്റർ ഖാലിദ് റഹ്മാൻ, എൻ്റെ ശ്രീനി ശശീന്ദ്രൻ, എൻ്റെ ഡയലോഗ് രതീഷ് രവി, എൻ്റെ പ്രധാനപ്പെട്ട സ്റ്റാർസ് നസ്ലിൻ ലുക്മാൻ, ഗണപതി, സന്ദീപ്, പ്രദീപ്, അടുത്ത് അനകാർ രവി, ഫ്രാങ്കോ, ബേബി ജീൻ, ശിവ ഹരിഹരൻ എന്നിവരാണ്. പിന്നെ എൻ്റെ സിനിമാറ്റോഗ്രാഫി ജംഷി ഖാലിദിൻ്റെ എഡിറ്റർ നിഷാന്ത് യൂസഫ്, ഇതിൻ്റെ മ്യൂസിക് വിഷ്ണു വിജയ്, എൻ്റെ പ്രൊഡക്ഷൻ കമ്പനി പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് ആൻഡ് റിയലിസ്റ്റിക് സ്റ്റുഡിയോസ്. എൻ്റെ ടൈം ഡ്യൂറേഷൻ ഏകദേശം 2 മണിക്കൂർ 20 മിനിറ്റാണ്. അത് ഏകദേശം 2.5 മണിക്കൂർ ഈ സിനിമയ്ക്ക് ദൈർഘ്യമുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ഈ ചാനലിൻ്റെ പേര് ടെലിഗ്ലോബ് എന്നുള്ളതിൽ മാറ്റി എന്താക്കി AK4 പ്രൈം എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഏത് നാറിയാണ് AK എന്നുള്ളത്. ദാറ്റ്സ് മീ. എന്തായാലും സബ് ചെയ്തേക്ക് 10 ദിവസം കഴിയുമ്പം അതിൻ്റെ പേരും, അതായത് എൻ്റെ നെയിം മാറ്റി AK4 പ്രൈം എന്നാക്കും. എൻ്റെ യൂസർ നെയിം ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് പോവാം. ആലപ്പുഴ ജിംഖാന ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സ്പോർട്സ് റിലേറ്റഡ് കോമഡി സിനിമയാണ്. നെസ്ലിന്റെ സിനിമയാണ്, പറയേണ്ട കാര്യമല്ലോ. അപ്പൊ സ്റ്റാർട്ടിങ് തന്നെ ഇതില് +2 തോറ്റ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ, അതായത് നെസ്ലിയും ഫ്രണ്ട്സും ഒക്കെ ബോക്സിംഗ് പഠിക്കാൻ തീരുമാനിച്ച് പോകുന്ന സംഭവമാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യം ഇവര് ഡിസ്ട്രിക്ട് ജയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കോമഡിയാണ് കേട്ടോ, ഫുൾ കോമഡിയാണ്. ഇതിൽ ഫസ്റ്റ് ഹാഫ് നമുക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യില്ല, എന്തോ മിസ്സിങ്, എന്തോ ചെറുതായിട്ടൊക്കെ നമുക്ക് മിസ് ചെയ്യും, എന്തോക്കെ ചെറിയൊരു കുറവ് ഫീൽ ചെയ്യും. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ ആ ഒരു കുഴപ്പമൊന്നുമില്ല. ഇവര് പിന്നെ അങ്ങോട്ട് ആലപ്പുഴയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ബോക്സിംഗ് ഇറങ്ങുന്ന ഒരു സീനാണ് സ്റ്റേറ്റ് ലെവലില്. അന്യാണ് കേട്ടോ, ഒന്നും പറയില്ല. ഇതിലൊരു കിഡിലും സീനുണ്ട്. ഒരു 2 ടവലും 2 തോർത്തും ഒരു ഒലക്കയൊക്കെ വെച്ച് പോണ ഒരു സീനുണ്ട്. എൻട്രി കിഡിലും സോങ് ആണ്. ആലപ്പുഴ റിലേറ്റഡ് കിഡിലും സോങ് ഉണ്ട്, ഒന്നും പറയില്ല, കിഡിലുമാണ്. അത് നമുക്ക് ചിരിക്കാനുണ്ട്, കുറച്ച് രോമാഞ്ചമൊക്കെ വരും, ആ ഒരു ലെവലാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഷൈം ടോം ചാക്കോ പറഞ്ഞുണ്ട്. പുള്ളി എന്തിനാണ് വന്നതെന്ന് ആർക്കും മനസ്സിലായില്ല കേട്ടോ, ചുമ്മാ വന്ന് ചുമ്മാ പോയി, ഇത്രയുള്ള. പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് കുറച്ച് ഫൈറ്റ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ലെവലാണ്. കാരണം അവർ ബോക്സ് ചെയ്യുമ്പോൾ ആ ഒരു മൂവ്മെന്റിൽ നമുക്കും അവിടെ സീറ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും. ആ ഒരു ലെവലുള്ള കുറച്ച് സീനൊക്കെ ഉണ്ട്. ഉള്ള അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും കൊള്ളാം, ഒരു മോശമല്ല. കുറെ കോമഡി ഉണ്ട്, നല്ല വർക്കൗട്ട് ആയിട്ടുള്ള കുറെ കോമഡി ഉണ്ട്. ചില നമുക്ക് ചിരിച്ചു കളയേണ്ട, ലൈറ്റ് ആയിട്ട് ചിരിച്ചു കളയേണ്ട കുറച്ച് കോമഡി ഉണ്ട്. എന്തായാലും വെറുത്താണ് സിനിമ.